എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജിത്തു KJ. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ 4 സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന ഒരു 4 ബെഡ്റൂം വീടിന്റെ പ്ലാനും ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഈ വീടിന്റെ പ്ലാൻ, ബഡ്ജറ്റ്, ഡിസൈൻ എന്നതിനെ പറ്റി ഏകദേശം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഈ വീടിന്റെ 3D പ്ലാൻ. ഈ 3D പ്ലാനിൽ ഈ വീടിന്റെ ഫർണിച്ചർ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മീഡിയം സൈസിലൊരു സിറ്റ് ഔട്ട് ഈ വീടിന്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിന്റെ പുറകിലായിട്ടാണ് ലിവിംഗ് ഹാൾ വരുന്നത്. ഈ ലിവിംഗ് ഹാളിൽ എൽ ഷേപ്പിൽ ഒരു സെറ്റ് അറേഞ്ച് ചെയ്യാം. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ടി യൂണിറ്റ് കൊടുക്കാം. ഇനി ഡൈനിങ് ഹാളിന്റെ കാര്യം നോക്കണമെങ്കിൽ ഡൈനിങ് ഹാൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഡൈനിങ് ഹാളിൽ 6 സീറ്റിന്റെ ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാം. കൂടാതെ മുകളിലത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വാസ്തുപരമായിട്ട് ക്ലോക്ക് വൈസിൽ ഉപയോഗിക്കുന്ന വിധത്തിലാണ് സ്റ്റെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന്റെ അടിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ മീഡിയം സൈസിലുള്ള 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂമുകളിലും ഈ ഒരു ഭാഗങ്ങളിലായിട്ട് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. റൈറ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂമിനോട് ചേർന്ന ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയം സൈസിലുള്ള ഒരു കിച്ചനാണ് ഇവിടെ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ എൽ ഷേപ്പിൽ ഒരു കിച്ചൺ ക്യാബിൻ അറേഞ്ച് ചെയ്യാം. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് ഇടാവുന്നതാണ്. ഇനി മുകളിലത്തെ നിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റെയർ കയറി വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. താഴത്തുള്ള 2 ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യത്തോടുകൂടി മുകളിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിന്റെ മുകളിലായിട്ട് ഒരു കോമൺ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിന്റെ പ്ലാൻ. ഈ പ്ലാനിൽ എഴുതിയിട്ടുള്ള അളവുകളൊക്കെ സെന്റിമീറ്ററിലാണ്. ഈ വീടിന്റെ ആകെ ഏരിയ വരുന്നത് 1546 സ്ക്വയർ ഫീറ്റ് ആണ്. താഴത്തെ നിലയിൽ 823 സ്ക്വയർ ഫീറ്റും മുകളിലത്തെ നിലയിൽ 723 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. എല്ലാവർക്കും ഈ വീടിന്റെ പ്ലാൻ, ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി വീടിന്റെ ബഡ്ജറ്റിനെ പറ്റി നോക്കാം. ഈ വീട് സിമന്റ് കട്ടയിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിന്റെ കട്ടള ജനലുകളും കാര്യങ്ങളൊക്കെ മരം ഉപയോഗിച്ച് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ വീടിന്റെ ബഡ്ജറ്റും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. പിന്നെ ഈ വീടിന്റെ ഫൗണ്ടേഷൻ 2 അടി ഡെപ്ത്, ബേസ്മെന്റ് 1.5 അടി ഹൈറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഭൂരിഭാഗം സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ 1 അടി ഹൈറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ സ്ലാബ് വരെ വരുന്ന ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ 10 അടി, അതായത് ഒരു 300 സെന്റിമീറ്റർ ആ ഒരു ഹൈറ്റിലാണ് മെയിൻ സ്ലാബ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ വീട് നിർമ്മിക്കുന്നതിലാണ് ബഡ്ജറ്റും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വീടിന്റെ വാർക്ക് വരെ ചെയ്യാൻ വേണ്ടി എത്ര രൂപ ചെലവെന്ന് നോക്കാം. 17 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടിന്റെ വാർക്ക് വരെ ചെയ്യാം. ഇനി ആ ഒരു 17 ലക്ഷത്തിന്റെ കൂടെ ഒരു 4 ലക്ഷം രൂപ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേപ്പ് വരെ ചെയ്യാം. അതായത് ഒരു 21 ലക്ഷം രൂപയാണ് നമുക്ക് തേപ്പ് വരെ ഈ വീടിന്റെ ചെയ്യാൻ വേണ്ടി ചെലവാകുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു 8.5 ലക്ഷം രൂപ കൂടി വേണ്ടി വരും. അതായത് ഒരു 29.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വീട് ഫിനിഷ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ വീട് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് വീടിന്റെ ഫൗണ്ടേഷൻ ഒരു 2 അടി ഡെപ്തില്, ബേസ്മെന്റ് ഒരു 1.5 അടി ഹൈറ്റില്, ആ 2 കാര്യത്തിലും വ്യത്യാസം വന്നാൽ ബഡ്ജറ്റ് വ്യത്യാസം വരും. കൂടാതെ വീടിന്റെ ഹൈറ്റ് 300 സെന്റിമീറ്റർ എന്നുള്ളത് ഒരു 360 സെന്റിമീറ്റർ ഒക്കെ കൊടുക്കുക. അതായത് ഒരു 12 അടിക്ക് മുകളിൽ മെയിൻ സ്ലാബൊക്കെ വാർക്കുന്ന രീതിയിലൊക്കെ ചെയ്താൽ ബഡ്ജറ്റ് ഇനിയും കൂടും. അതുപോലെ തന്നെ നിങ്ങൾ സിമന്റ് കട്ടയ്ക്ക് വരും വെട്ടുകല്ലോ അല്ലെങ്കിൽ ചൂളക്കട്ട ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും ബഡ്ജറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വീടിന്റെ ബഡ്ജറ്റ് കുറയ്ക്കണമെങ്കിൽ മരത്തിന്റെ കട്ടള ജനലുകൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് കോൺക്രീറ്റിന്റെ കട്ടള ജനലുകളും കാര്യങ്ങളും ഉപയോഗിക്കുക. അതുപോലെ ജനലുകളുടെ ഡോറുകളും കാര്യങ്ങളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച ബഡ്ജറ്റ് ഇനിയും കുറയാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ ഒരു വീട് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീട് ഫിനിഷ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീടിന്റെ ഡിസൈനെ പറ്റിയോ ബഡ്ജറ്റിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വീട് പണിയുന്നതിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു. കൂടാതെ എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.